PSC ഡയറിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് 2023 സമ്പൂർണ്ണ ആനുകാലിക വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 2024 ജനുവരി 1 PSC ബുള്ളറ്റിൻ ഇറക്കിയ സ്പെഷ്യൽ എഡിഷനിലെ ഇന്ത്യ എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതേ സ്പെഷ്യൽ എഡിഷനിലെ കേരളം എന്നൊരു ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതിന്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ PSC ബുള്ളറ്റിന്റെ മന്ത്ലി കറണ്ട് അഫയേഴ്സിന്റെ പ്ലേലിസ്റ്റുകൾ PSC ബുള്ളറ്റിൻ CA 2024 അതുപോലെ PSC ബുള്ളറ്റിൻ CA 2023 എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടി കാണാൻ ശ്രമിക്കുക. നിങ്ങളോട് എടുത്തു പറയുന്നത് മറ്റൊന്നുമല്ല, 2023 മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ നടന്ന പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആ പരീക്ഷകളിലൊക്കെ ചോദിച്ചിരുന്ന കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ആ കാലങ്ങളിൽ ഇറങ്ങിയ ആ ഒരു 3-4 മാസത്തെ ഗ്യാപ്പിൽ ഇറങ്ങിയ PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് പ്രധാനപ്പെട്ടതൊക്കെ PSC ബുള്ളറ്റിൽ നിന്ന് തന്നെ വരുന്നതാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് പ്രയോജനം ചെയ്യും. നിങ്ങൾ പ്ലേലിസ്റ്റ് സന്ദർശിച്ച് ക്ലാസ്സുകളൊക്കെ കാണുക, പ്രയോജനപ്പെടുത്തുക, രക്ഷപ്പെടുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് അടക്കുകയാണ്. ഇന്ത്യ എന്നാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. ഇന്ത്യ എന്ന ഭാഗത്ത് നിന്നും 2023 വരുന്ന പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യത്തെ പോയിന്റ് നമുക്ക് നോക്കാം. ഇന്ത്യ അല്ലെ, ഇവിടെ ആദ്യം പറയുന്നത് അല്ലെ നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ജോലി ചെയ്യുന്ന ആദ്യ വനിതാ ഓഫീസർ ആരെന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. അത് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ ആണ്. നിങ്ങൾ കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കണ്ട, നമുക്ക് ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ, നിങ്ങൾ മനസ്സ് തുറന്ന് ഇതൊന്ന് കേൾക്കുക അല്ലെ, ഒന്ന് മനസ്സിലാക്കുക, ഒന്ന് നോക്കിയാൽ ഇപ്പൊ എന്താ ഇതൊരു ഇൻഫർമേഷനാണ്. നോക്കുക, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയാണ് സിയാച്ചിൻ എന്ന് നമുക്കറിയാം അല്ലെ. ആ സിയാച്ചിനിൽ ജോലി ചെയ്യുന്ന ആദ്യ വനിതാ ഓഫീസർ ആണ് ആരാണ്? അവരുടെ പേരൊന്നും അറിഞ്ഞിരിക്കണ്ടേ? ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. അടുത്തൊരു പോയിന്റ് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ എന്ന് കേട്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നണം? ഈ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ജോലി ചെയ്യുന്ന ആദ്യ വനിതാ ഓഫീസർ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അല്ലെ. അടുത്തൊരു പോയിന്റ് നോക്കുക. റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി അവതരിപ്പിച്ച പ്ലോട്ടുകളിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതെന്നാണ്? അത് ഉത്തരാഖണ്ഡാണ്. നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു 2023 കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടാ. 2024 ജനുവരിയിലാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത്. റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി അവതരിപ്പിച്ച പ്ലോട്ടുകളിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഇത് 2023 റിപ്പബ്ലിക് ദിന പരേഡിന്റെ കാര്യമാണ് പറയുന്നത്. ചരിത്രത്തിൽ ആദ്യമായി കരസേനാ ദിന പരേഡ് ഡൽഹിക്ക് പുറത്ത് എവിടെ വെച്ചാണ് നടന്നത്? ബംഗളൂരുവിൽ വെച്ചാണ് അല്ലെ. നല്ലൊരു പോയിന്റ് ആണ്. ഇപ്പൊ ചോദിച്ചാൽ നമ്മൾ മറന്നു പോകും, കാരണം 2023 നടന്ന കാര്യമാണ് അല്ലെ. 75ാമത് കരസേനാ ദിനമായിരുന്നു അല്ലെ. അപ്പൊ എന്താണ് കരസേനാ ദിനത്തിന്റെ പ്രത്യേകത? ചരിത്രത്തിൽ ആദ്യമായി കരസേനാ ദിന പരേഡ് ഡൽഹിക്ക് പുറത്തു വെച്ച് നടന്നു. അതെവിടെയാണ്? ബംഗളൂരുവിൽ. 75ാമത് കരസേനാ ദിനമാണ്. അടുത്തിടെ ഒത്തുതീർപ്പായ രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന കേസ് ഏതാണ്? ആ കേസ്, ഒത്തുതീർപ്പായ കേസ്, രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന കേസ്, അതാണ് ബെർഹാംപൂർ ബാങ്ക് ലിമിറ്റഡ് ലിക്വിഡേഷൻ കേസ് എന്നാണ് ആ കേസിന്റെ പേര്. ഈ കേസാണ് അല്ലെ അടുത്തിടെ ഒത്തുതീർപ്പായതല്ലേ. എന്താണ്? അടുത്തിടെ ഒത്തുതീർപ്പായ രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന കേസാണ് ബെർഹാംപൂർ ബാങ്ക് ലിമിറ്റഡ് ലിക്വിഡേഷൻ കേസ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, നമുക്ക് അടുത്തൊരു പോയിന്റ് നോക്കാം. ഇന്ത്യയുടെ 74ാമത്, ആ നമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത രാഷ്ട്രതലവൻ ആരെന്ന് ചോദിച്ചാൽ അത് അബേൽ ഫത്തേഹ് എൽ സിസി എന്ന ഈജിപ്തിന്റെ പ്രസിഡന്റ് ആണ് അല്ലെ. ആ നമ്പരും ആ 74 എന്നുള്ള നമ്പരും ഇദ്ദേഹവുമായിട്ട് വേണം കണക്ട് ചെയ്ത് വെക്കാൻ. ഇവിടെയാണ് ചോദ്യം വരുന്നത് അല്ലേ. ഇന്ത്യയുടെ 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യാതിഥി ആരായിരുന്നു? അത് അബേൽ ഫത്തേഹ് എൽ സിസി എന്നറിയപ്പെടുന്ന ഈജിപ്തിന്റെ പ്രസിഡന്റ് ആണ് അല്ലെ. അബുൽ ഫത്തേഹ് എൽ സിസി അല്ലെ, ഈജിപ്തിന്റെ പ്രസിഡന്റ് ആണ്. അടുത്തൊരു പോയിന്റ് ഇവിടെ നോക്കുക അല്ലെ. അടുത്തൊരു പോയിന്റ് കൊടുത്തിരിക്കുന്നത് നോക്കുക. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർവീസുള്ള റിവർ ക്രൂയിസ് കപ്പൽ ഏതാണ്? അത് MV ഗംഗാവിലാസ് ആണ്. MV ഗംഗാവിലാസ് അല്ലെ. എന്താണ്? ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർവീസുള്ള റിവർ ക്രൂയിസ് കപ്പൽ ഏതാണ്? MV ഗംഗാവിലാസ്. ഇതൊരു ഇൻഫർമേഷൻ ആണ്. അപ്പൊ MV ഗംഗാവിലാസ് എന്ന് കേട്ടാൽ നിങ്ങൾ മനസ്സിൽ എന്ത് തോന്നണം? ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർവീസുള്ള റിവർ ക്രൂയിസ് കപ്പലാണ് നമ്മുടെ MV ഗംഗാവിലാസ് എന്നറിയപ്പെടുന്നത് അല്ലെ. അടുത്തൊരു പോയിന്റ് നോക്കുക.
രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേരെന്താണ്? അത് അമൃത് ഉദ്യാൻ എന്നാണ്, അല്ലെ? അമൃത് ഉദ്യാൻ. പേരൊക്കെ മാറും, ഓരോന്നിന്റെ പേരൊക്കെ മാറ്റാറുണ്ടല്ലോ, റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണല്ലേ. ഇവിടെ എന്താണ്? രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ ആണ്, അല്ലെ? വളരെ പ്രശസ്തമാണ് മുഗൾ ഗാർഡൻ. ആ മുഗൾ ഗാർഡൻ എന്ന പൂന്തോട്ടങ്ങളെ, മുഗൾ ഗാർഡൻ എന്നല്ല ഇപ്പൊ പേരെന്താണ്? ഇപ്പൊ അമൃത് ഉദ്യാൻ എന്നാണ്. മുഗൾ ഗാർഡന്റെ പേര് അമൃത് ഉദ്യാൻ എന്നാണ്. രാഷ്ട്രപതി ഭവനിലാണ് മുഗൾ ഗാർഡൻ ഉണ്ടായിരുന്നത്. ആ മുഗൾ ഗാർഡന്റെ പേര് മാറ്റി ഇപ്പൊ എന്താക്കി? അമൃത് ഉദ്യാൻ എന്നാക്കി. അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം, അല്ലെ? പോയിന്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജൻ ആരാണ്? അത് നവജ്യോത് സാവിനിയാണ്. നവജ്യോത് സാവിനി, അല്ലെ? കൈകൊണ്ട് തിരിക്കാവുന്ന അലക്കുയന്ത്രം കണ്ടുപിടിച്ചതിനാണ്, അല്ലെ? കൈകൊണ്ട് തിരിക്കാവുന്ന അലക്കുയന്ത്രം കണ്ടുപിടിച്ചതിനാണ് നവജ്യോത് സാവിനി, അല്ലെ? അവർക്ക് എന്ത് കിട്ടിയത്? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്, അല്ലെ? ഔറംഗാബാദിന്റെ പുതിയ പേരെന്താണ്? അത് ഛത്രപതി സാംഭാജി നഗർ എന്നാണ് ഔറംഗാബാദിന്റെ പുതിയ പേര്. ഔറംഗാബാദിന്റെ പുതിയ പേരെന്താണ്? ഛത്രപതി സാംഭാജി നഗർ. ഓസ്മാനാബാദിന്റെ പുതിയ പേര് ധാരാശിവ് എന്നാണ്. ഓസ്മാനാബാദിന്റെ പുതിയ പേരെന്താണ്? ധാരാശിവ് എന്നാണ്. ഈ പുതിയ പേരൊക്കെ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് കേട്ടാ. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേരെന്താണ്? അത് അമൃത് ഉദ്യാൻ എന്നാണ്, അല്ലെ? അതേപോലെ ഔറംഗാബാദിന്റെ പുതിയ പേരെന്താണ്? ഛത്രപതി സാംഭാജി നഗർ എന്നാണ്. ഓസ്മാനാബാദിന്റെ പുതിയ പേരോ ധാരാശിവ് എന്നാണ്. ധാരാശിവ്. അടുത്തൊരു പോയിന്റ് നോക്കുക. 17ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി എവിടെയാണ്? 17ാമത് പ്രവാസി ഭാരതീയ, 17ാമത് എന്നുള്ള നമ്പർ ഇമ്പോർട്ടന്റ് ആണ്. 17ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി എവിടെയാണ്? ഇൻഡോർ ആണ്. 17ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി ഇൻഡോർ ആണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് നിങ്ങൾക്ക് കണ്ട് നോട്ട് എഴുതാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇത് 2x സ്പീഡിലിട്ട് ഈ ക്ലാസ് കേൾക്കുക. ഇനി പരീക്ഷ എടുത്തു വരികയല്ലേ. ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാണ്? അത് കൂവം നദിയാണ്, അല്ലെ? കൂവം നദി. ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാണ്? കൂവം നദിയാണ്. ഓർത്തിരിക്കുക, ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാണ്? കൂവം നദിയാണ്. കൂവം നദി, അല്ലെ? അടുത്തൊരു പോയിന്റ് ഇവിടെ നോക്കുക, അല്ലെ? ഒരു അദ്ദേഹം ചിരിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെ? നോക്കുക, എന്താണ്? അമിതാവ് ഘോഷ് ആണല്ലേ? നല്ല ബ്യൂട്ടിഫുൾ സ്മൈൽ. എന്താണ് നോക്കുക? സ്മോക്ക് ആൻഡ് ആഷസ്, എ റൈറ്റേഴ്സ് ജേർണി ത്രൂ ഒപ്പിയംസ് ഹിഡൻ ഹിസ്റ്ററീസ് എന്നാണ്, അല്ലെ? ഈ കൃതി ആരുടേതാണ്? ഇത് നമ്മുടെ അമിതാവ് ഘോഷിൻ്റെതാണ്, അല്ലെ? അദ്ദേഹം, അല്ലെ? ബ്യൂട്ടിഫുൾ സ്മൈൽ, അല്ലെ? നോക്കിയേ, സ്മോക്ക് ആൻഡ് ആഷസ്. എന്താണ് ആ കൃതിയുടെ പേര്? സ്മോക്ക് ആൻഡ് ആഷസ്, എ റൈറ്റേഴ്സ് ജേർണി ത്രൂ ഒപ്പിയംസ് ഹിഡൻ ഹിസ്റ്ററീസ് എന്നാണ് ആ കൃതിയുടെ പേര്, അല്ലെ? അത് നോക്കുക, അല്ലെ? അമിതാവ് ഘോഷ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹത്തിന്റെ കൃതിയാണ്, അല്ലെ? അടുത്തൊരു പോയിന്റ് നോക്കുക. ഇന്ത്യൻ വ്യോമസേനയുടെ ഗാലൻഡറി മെഡൽ നേടുന്ന ആദ്യ വനിതാ വ്യോമസേന ഉദ്യോഗസ്ഥ ആരാണ്? അത് വിംഗ് കമാൻഡർ ദീപിക മിശ്രയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഗാലൻഡറി മെഡൽ, എന്ത് മെഡലാണ്? ഗാലൻഡറി മെഡൽ നേടുന്ന ആദ്യ വനിതാ വ്യോമസേന ഉദ്യോഗസ്ഥയാണ് നമ്മുടെ വിംഗ് കമാൻഡർ ദീപിക മിശ്ര, അല്ലെ? അടുത്തൊരു പോയിന്റ് നോക്കുക. നാഗാലാൻഡ് നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട 2 വനിതകളുണ്ട്. 2 വനിതകൾ, അല്ലെ? അവരെ നോട്ട് ചെയ്യേണ്ടതാണ്. എന്താണ്? സൽഹൌത് വോനുവോ ക്രൂസെ, ഹെഗാനി ജഗാലു, അല്ലെ? എന്താണ് പേര്? അല്ലെ, ഇച്ചിരി പാടുപെടും, അല്ലെ? സൽഹൌത് വോനുവോ ക്രൂസെ, ഹെഗാനി ജഗാലു, ഇങ്ങനെ 2 പേരുണ്ട്, അല്ലെ? അപ്പോ നാഗാലാൻഡ് നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട 2 വനിതകളാണ്. അതിൽ ആദ്യത്തെ ആള് സൽഹൌത് വോനുവോ ക്രൂസെ, രണ്ടാമത്തെ ആള് ഹെഗാനി ജഗാലു, അല്ലെ? ഓക്കെ. അടുത്ത ഒരു പോയിന്റ് നോക്കുക. നാഗാലാൻഡിൽ മന്ത്രി പദത്തിലെത്തിയ ആദ്യ വനിതയാണ് സൽഹൌത് വോനുവോ ക്രൂസെ, അല്ലെ? അപ്പോ ഈ സൽഹൌത് വോനുവോ ക്രൂസെ വെറുതെ ഒരു അംഗം മാത്രമല്ല, മന്ത്രി കൂടെ ആയിട്ടുണ്ട്, അല്ലെ? നാഗാലാൻഡിൽ മന്ത്രി പദത്തിലെത്തിയ ആദ്യ വനിത കൂടിയാണ് നമ്മുടെ സൽഹൌത് വോനുവോ ക്രൂസെ, അല്ലെ? ഓക്കെ. അപ്പൊ അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. അടുത്തൊരു പോയിന്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ഏതാണ്? അത് ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം, റൂർക്കേല, ഒഡീഷയിലാണ്, അല്ലെ? അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ഏതാണ്? ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം, റൂർക്കേലയാണ്, ഒഡീഷയിലാണ്. റൂർക്കേല, ഒഡീഷ. അടുത്ത ഒരു പോയിന്റ് നോക്കുക. തുർക്കി, സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ദോസ്ത് എന്നറിയപ്പെടുന്നത്, അല്ലെ? വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ദോസ്ത്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എവിടെയൊക്കെയാണ്? തുർക്കി, സിറിയ. ഏതൊക്കെ രാജ്യങ്ങളിലാണ്? തുർക്കി, സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ദോസ്ത് എന്നറിയപ്പെടുന്നത്, അല്ലെ? ഓപ്പറേഷൻ ദോസ്ത്. അടുത്ത ഒരു പോയിന്റ് നോക്കുക. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ജർമ്മനിയുടെ
ജർമ്മനിയുടെ ചാൻസലർ ആരാണ്? ഒലാഫ് ഷോൾസ് ആണ്. ഒലാഫ് ഷോൾസ് അല്ല, ഇതും അറിഞ്ഞിരിക്കണം. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ജർമ്മനിയുടെ ചാൻസലർ ആരാണ്? ഒലാഫ് ഷോൾസ് ആണ്. 2023 അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന് വേദിയായത് അഹമ്മദാബാദ് ആണ് അല്ലെ. അഹമ്മദാബാദ് 2023 അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന് വേദിയായത് എവിടെയാണ്? അഹമ്മദാബാദ് ആണ്. അഹമ്മദാബാദ് അല്ലെ. നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സിന്റെയും പരീക്ഷ ടെലഗ്രാം ചാനലിൽ നടത്താറുണ്ട്. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അല്ലെ. അടുത്ത് നോക്കുക, നമ്മുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ അല്ലെ പ്രതിമ നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ, നോക്കുക. ഓക്കെ, ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അടുത്തിടെ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഇത് ഹൈദരാബാദിലാണ്. ശില്പി റാം വി സുധറാണ് അല്ലെ. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 2023 ഡേറ്റാസ് 2024 PSC ബുള്ളറ്റിൽ കൊടുത്തിട്ടുള്ളതാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഡേറ്റയിൽ ഇപ്പോൾ മാസങ്ങൾ കൊണ്ട് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്ത് അറിയിക്കുക. ഞാൻ നിങ്ങളെ ഇത് പഠിപ്പിക്കാതെ വിടാൻ പറ്റില്ല, കാരണം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എടുത്തു തരുന്നതാണ് കേട്ടോ. നിങ്ങൾ കൃത്യമായിട്ട് അത് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നോക്കുക, പോയിന്റ് നോക്കുക. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അടുത്തിടെ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഹൈദരാബാദിൽ. കൃത്യമായി ഓർത്തിരിക്കുക, എവിടെയാണ്? ഹൈദരാബാദിൽ. ശില്പി ആരാണ്? റാം വി സുധറാണ്. റാം വി സുധർ അല്ലെ. ഓക്കെ, അടുത്ത ഒരു പോയിന്റ് നോക്കുക. ബ്രേവിംഗ് എ വൈറൽ സ്റ്റോം ഇന്ത്യാസ് COVID-19 വാക്സിൻ സ്റ്റോറി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? പുസ്തകം രചിച്ചത് ആരൊക്കെയാണ്? ആശിഷ് ചന്ദോർക്കറും അല്ലെ. ആരൊക്കെയാണ്? ആശിഷ് ചന്ദോർക്കറും സൂരജ് സുധീറും ചേർന്നിട്ടാണ് അല്ലെ. സൂരജ് സുധീറും. എന്താണ് ആ കൃതിയുടെ പേരെന്താണ്? ബ്രേവിംഗ് എ വൈറൽ സ്റ്റോം ഇന്ത്യാസ് COVID-19 വാക്സിൻ സ്റ്റോറി എന്ന പുസ്തകം എഴുതിയത് ആശിഷ് ചന്ദോർക്കറും സൂരജ് സുധീറും ചേർന്നാണ്. താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചത് നമ്മുടെ അമർത്യ സെന്നാണ്. നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം അമർത്യ സെന്നാണ് ആ ഒരു പുസ്തകം രചിച്ചിട്ടുള്ളത് അല്ലേ. നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം അമർത്യ സെന്നാണ്. അപ്പൊ എന്താണ് ആ പുസ്തകത്തിന്റെ പേരെന്താണ്? താർക്കികരായ ഇന്ത്യക്കാർ. നോട്ട് ദ പോയിന്റ്. ആ പേരെന്ന് നോക്കിയാൽ അല്ലേ, നമ്മൾ തർക്കിക്കാനല്ലേ താല്പര്യമുള്ളവരാണ് എല്ലാവരും അല്ലെ. താർക്കികരായ ഇന്ത്യക്കാർ. ആ പേര് ഒരു സ്ട്രൈക്കിംഗ് പേരാണ് അല്ലെ. താർക്കികരായ ഇന്ത്യക്കാർ രസകരമായ പേരാണ്. അപ്പൊ ഈ രസകരമായ പേരുള്ള ഈ പുസ്തകം എഴുതിയതാരാണ്? അത് നമ്മുടെ അമർത്യ സെന്നാണ് അല്ലെ. വേൾഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 2023 ലിസ്റ്റ് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ നടനാരാണ്? നമ്മുടെ അല്ലെ കിങ് ഖാൻ ഷാരൂഖ് ഖാൻ. അപ്പൊ എന്താണ് പ്രത്യേകത? വേൾഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആരുടെയാണ് നോക്കണം കേട്ടോ. വേൾഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആണ് 2023 ലിസ്റ്റ് പ്രകാരമാണ്. 2023 ലിസ്റ്റ് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ നടനാണ് നമ്മുടെ ഷാരൂഖ് ഖാൻ. കണ്ടിരുന്ന കുറച്ച് കാശ് കടം ചോദിക്കാമായിരുന്നു അല്ലെ. നോക്കുക, അടുത്തോളം നോക്കുക. ഗായിക വാണി ജയറാമിന്റെ ശരിയായ പേര് കലൈവാണി എന്നാണ്. ഗായിക വാണി ജയറാമിന്റെ ശരിയായ പേരെന്താണ്? കലൈവാണി എന്നാണ് അല്ലെ. വാണി ജയറാം കലൈവാണി. 100ലേറെ രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത ആദ്യ ഇന്ത്യൻ സിനിമയാണ് നമ്മുടെ പഠാൻ അല്ലെ. ഷാരൂഖ് ജിയുടെയാണ്, കിങ് ഖാന്റെ ആണ് അല്ലെ പഠാൻ. സംവിധാനം സിദ്ധാർത്ഥ് ആനന്ദ് അല്ലെ. 100ലേറെ രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത ആദ്യ ഇന്ത്യൻ സിനിമ ഏതാണ്? പഠാനാണ്. സിദ്ധാർത്ഥ് ആനന്ദാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ കഴിഞ്ഞിടെ ഏതോ ഒരു സിനിമയുടെ സംവിധാനമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് സംവിധാനമൊക്കെ നോക്കി വെക്കുക. അപ്പൊ പഠാൻ സിനിമയുടെ സംവിധാനം ആരാണ്? സിദ്ധാർത്ഥ് ആനന്ദാണ്. രാജ്യത്ത് സിനിമാ തിയേറ്റർ ഉള്ള ആദ്യ വിമാനത്താവളം നമ്മുടെ ചെന്നൈ ആണ്. ഏതാണ്? ചെന്നൈ വിമാനത്താവളമാണ്. ഇന്ത്യയിൽ ആദ്യമായി വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെ മെട്രോ ട്രെയിൻ സർവീസ് പരീക്ഷണ ഓട്ടം നടത്തിയത് എവിടെയാണ്? അത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത ഹൂഗ്ലി നദിയിലാണ് അല്ലെ. ഹൂഗ്ലി നദിയിൽ ഇന്ത്യയിൽ ആദ്യമായി വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെ മെട്രോ ട്രെയിൻ സർവീസ് പരീക്ഷണ ഓട്ടം നടത്തി. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണ്ടേ? എവിടെ ശ്രദ്ധിച്ചിരിക്കുന്നത്? നിങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യയിൽ ആദ്യമായി വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെ മെട്രോ ട്രെയിൻ സർവീസ് പരീക്ഷണ ഓട്ടം നടത്തിയത് എവിടെയാണ്? കൊൽക്കത്തയിലാണ് അല്ലെ. ഹൂഗ്ലി നദിയിൽ. ഇനി പ്രത്യേകം നോട്ട് ചെയ്യുക, 2023 തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിമാരാണ്. ഇത് ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. ഇവരൊക്കെ തന്നെയാണ് കറക്റ്റായിട്ട് ഇപ്പോഴും ഉള്ളത് കേട്ടാ. ഇനി നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ രീതിയിലൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കൊള്ളുക. എന്തെങ്കിലും ഞാനിപ്പോൾ നോക്കിയിട്ട് കറക്റ്റ് തന്നെയാണ്, ഞാനതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വേണ്ട കാര്യമാണ് കേട്ടാ.
അതായത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഫ്രഷ് ആയിട്ടുള്ള ഐറ്റം ആണ് ഇത്. 2023 തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിമാർ അല്ലെ. ത്രിപുര മാണിക് സാഹയാണ്. ത്രിപുര മാണിക് സാഹ. ഇവരുടെയൊക്കെ പേര് പഠിക്കാനായി ഇതൊക്കെ ഒന്നെങ്കിൽ ഒരു പാട്ട് പോലെ പഠിക്കുക, അല്ലെങ്കിൽ ഒരു താളത്തിൽ പറഞ്ഞു പോവുക, അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. ത്രിപുര മാണിക് സാഹ അങ്ങനെയൊക്കെ പറഞ്ഞു പോവുക. കാരണം നിരന്തരം ഇങ്ങനെ പറഞ്ഞു ഇവരുടെ പേരൊന്നും ഓർത്തിരുന്നില്ലെങ്കിൽ കൂടിയും നിരന്തരം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരു താളത്തിൽ നമ്മൾ പറഞ്ഞു പോയാൽ ആ താളത്തിൽ തന്നെ നമുക്ക് കിട്ടും. ത്രിപുര മാണിക് സാഹ. മേഘാലയ കോൺറാഡ് സാങ്മ അല്ലെ. മേഘാലയ കോൺറാഡ് സാങ്മ. ത്രിപുര മാണിക് സാഹ ത്രിപുര മാണിക് സാഹ. മേഘാലയ കോൺറാഡ് സാങ്മ മേഘാലയ. നാഗാലാൻഡ് നെയ്ഫ്യൂറിയോ അല്ലെ. ഗെയ്ഫ്യൂറിയോ എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ നെയ്ഫ്യൂറിയോ എന്നാണ് നെറ്റിൽ കാണുന്നത്. നെയ്ഫ്യൂറിയോ എന്നാണ് പേര് അല്ലെ. നാഗാലാൻഡ് നെയ്ഫ്യൂറിയോ. ഛത്തീസ്ഗഡ് വിഷ്ണുദേവ് സായ് ആണ്. ഛത്തീസ്ഗഡ് വിഷ്ണുദേവ് സായ് ഛത്തീസ്ഗഡ് അല്ലെ. മണിക് സാഹ എവിടെയാണ്? ത്രിപുര അല്ലെ. നിങ്ങൾ പെട്ടെന്നൊന്ന് ഓർത്തു വയ്ക്കാൻ ഞാൻ പറയാം. മണിക് സാഹ ത്രിപുര അല്ലെ. കോൺറാഡ് സാങ്മ മേഘാലയ. നെയ്ഫ്യൂറിയോ നാഗാലാൻഡ്. വിഷ്ണുദേവ് സായ് ഛത്തീസ്ഗഡ്. അപ്പൊ ഇത്രയും പഠിച്ചു കാണും അല്ലെ. അടുത്ത നോക്കാം. കർണാടക സിദ്ധരാമയ്യ. അത് പിന്നെ ഓർക്കാം. കർണാടക സിദ്ധരാമയ്യ എന്നൊക്കെ കേൾക്കുമ്പോൾ കർണാടകയെ വരത്തുള്ളൂ. കർണാടക സിദ്ധരാമയ്യ എവിടെയാണ്? കർണാടകയിൽ. മധ്യപ്രദേശിൽ ആരാണ്? അത് മോഹൻ യാദവ് ആണ് അല്ലെ. മധ്യപ്രദേശ് മോഹൻ യാദവ്. മധ്യപ്രദേശ് മോഹൻ യാദവ് മധ്യപ്രദേശ്. മിസോറാം ലാൽ ദുഹോമ. ഇതൊക്കെ പഴയ ആൾക്കാരാ. ലാൽ ദുഹോമ മിസോറാം. രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മയാണ്. രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ. രാജസ്ഥാൻ. തെലങ്കാന രേവന്ത് റെഡ്ഡി. ഇത് ഓർത്തിരിക്കണം. നല്ല യങ് ആയിട്ടുള്ളൊരു ആളാണ് രേവന്ത് റെഡ്ഡി. നിങ്ങൾ കണ്ടു കാണും അല്ലെ. ഒരു യങ് ആയിട്ടുള്ളൊരു അടിപൊളി ആളാണ് രേവന്ത് റെഡ്ഡി. തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡി ഒരു പവർഫുൾ മനുഷ്യനാണ് രേവന്ത് റെഡ്ഡി. കൊള്ളാം. തെലങ്കാന രേവന്ത് റെഡ്ഡി അല്ലെ. അപ്പൊ ജസ്റ്റ് ഒന്ന് പറയാൻ നിങ്ങളൊന്ന് മനസ്സിൽ കിട്ടുന്നുണ്ടോ നോക്കുക. കോൺറാഡ് സാങ്മ മേഘാലയ. മാണിക് സാഹ ത്രിപുര. നെയ്ഫ്യൂറിയോ നാഗാലാൻഡ്. വിഷ്ണുദേവ് സായി ഛത്തീസ്ഗഡ്. സിദ്ധാരാമ കർണാടകയിൽ. മധ്യപ്രദേശിൽ മോഹൻ യാദവ്. മിസോറാം ലാൽ ദുഹോമ. രാജസ്ഥാനിൽ ഭജൻലാൽ ശർമ്മ. രേവന്ത് റെഡ്ഡി തെലങ്കാനയിൽ. ഭജൻലാൽ ശർമ്മ രാജസ്ഥാനിൽ. ലാൽ ദുഹോമ മിസോറാമിൽ അല്ലേ. അപ്പം നിങ്ങൾ ഇത്രയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ നോക്കുന്നത്. ബാക്കി നമ്മൾ അടുത്ത പേജിലാണ് നോക്കിയാൽ നമുക്ക് അത് നോക്കാം. എന്തായാലും നമുക്ക് ഇന്ത്യ തീർത്തേക്കാം പെട്ടെന്ന് തന്നെ. ഓക്കെ. കോപ്പ് ഇന്ത്യ 23 അല്ലെ. കോപ്പ് ഇന്ത്യ 23 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യോമാഭ്യാസമാണ്? അത് നമ്മുടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലാണ്. കോപ്പ് ഇന്ത്യ 23 അല്ലെ. കോപ്പ് ഇന്ത്യ 23 അമേരിക്ക. ഇന്ത്യയും അമേരിക്കയുമാണ് അല്ലെ. ഇത്ര ആലോചിച്ചാൽ മതി. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യോമാഭ്യാസമാണ്. അമേരിക്ക ഒരു പുച്ഛത്തോടെ ഒരു കോപ്പ് ഇന്ത്യ എന്നും പറഞ്ഞ് വന്നിരിക്കുന്നെന്ന് ആലോചിച്ചാൽ മതി. പക്ഷെ വന്നു കഴിയുമ്പോൾ അറിയാമല്ലേ ഇന്ത്യ എന്താണെന്ന് അല്ലെ. ഇന്ത്യയുടെ കളി അമേരിക്ക കാണാൻ പോകുന്നേ ഉള്ളൂ അല്ലെ. കോപ്പ് ഇന്ത്യ 23 അല്ലെ. കോപ്പ് ഇന്ത്യ 23. അപ്പൊ കോപ്പ് ഇന്ത്യ 23 എന്ന് പറഞ്ഞ് വന്ന ആരാ? അമേരിക്ക. ഇന്ത്യയായിട്ട് കളിക്കാൻ വേണ്ടി അല്ലെ. ഓക്കെ. അപ്പൊ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് അഫിൻഡെക്സ്. ആഫ്രിക്ക എന്നുള്ളതാണ്. ആഫ്രിക്ക ഇന്ത്യ അതാണ് അഫിൻഡെക്സ്. അഫിൻഡെക്സ് 2023 അത് ആ പേരിൽ നിന്ന് കിട്ടും അല്ലെ. അഫിൻഡെക്സ് ആഫ്രിക്ക ഇന്ത്യ. അഫിൻഡെക്സ് 2023 അല്ലെ. ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ്. അടുത്തത് കൊങ്കൺ 2023 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള നാവികാഭ്യാസമാണ്? അത് ഇന്ത്യ ഇംഗ്ലണ്ട് ആണ് കേട്ടാ. കൊങ്കൺ റെയിൽവേ എന്ന് നമുക്കറിയാലോ. കൊങ്കൺ റെയിൽവേ അല്ലെ. നമുക്കറിയാം ഇന്ത്യയിലെ റെയിൽവേ സംവിധാനം കൊണ്ടുവന്ന ഇംഗ്ലണ്ടുകാരാണെന്നറിയാം അല്ലെ. ഇന്ത്യയിലെ റെയിൽവേ പോസ്റ്റൽ ടെലഗ്രാഫ് റെയിൽവേ ഒക്കെ ഇവരാ കൊണ്ടുവന്നത്. അപ്പൊ കൊങ്കൺ എന്ന് പറയുന്ന പേരും റെയിൽവേ ആയിട്ട് കണക്റ്റഡ് അല്ലേ. അപ്പൊ കൊങ്കൺ എന്ന് കേൾക്കുമ്പോൾ റെയിൽവേ എന്ന് കണക്ട് ചെയ്തിട്ട് അതിലേക്ക് ഇംഗ്ലണ്ടിലേക്ക് എത്താൻ പറ്റിയാ നല്ലത് അല്ലെ. ഞാനതൊരു ക്ലൂ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ കൊങ്കൺ 2023 എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇംഗ്ലണ്ട് ആണ്. ഇന്ത്യ ഇംഗ്ലണ്ട്. അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. അടുത്തൊരു പോയിന്റ് ആഫ്രിക്കയിലെ ഇത് ഞാൻ ഇനിയും കൂടുതൽ സൂം ചെയ്താൽ നമുക്ക് വിട്ടുപോകും. PDF കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ കിളിമഞ്ചാരോ അല്ലെ. പാടിയ ശരിയാവില്ല. കിളിമഞ്ചാരോ കീഴടക്കിയ ആദ്യത്തെ IAS ഓഫീസർ ആരാണ്? അർജുൻ പാണ്ഡ്യൻ അല്ലെ. നമ്മുടെ തമിഴ് സിനിമയിലൊക്കെ കാണുന്ന ചില സിനിമാ നടന്മാരുടെ പേര് പോലെ അല്ലെ. അർജുൻ പാണ്ഡ്യൻ
ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ കിളിമഞ്ചാരോ കീഴടക്കിയ ആദ്യത്തെ IAS ഓഫീസർ ആരാണ്? അർജുൻ പാണ്ഡ്യൻ അല്ലേ? അർജുൻ പാണ്ഡ്യൻ. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ കിളിമഞ്ചാരോ, അത് കണക്ട് ചെയ്യാമല്ലേ? അർജുൻ പാണ്ഡ്യൻ ഒരു തമിഴ് സ്റ്റൈൽ പേരാണല്ലോ. അതേപോലെ കിളിമഞ്ചാരോ എന്നുള്ള പാട്ടും നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ സിനിമയിലാണല്ലോ. രജനീകാന്ത് തമിഴാണല്ലോ, തമിഴ് സിനിമയിലുള്ളതാണല്ലോ കിളിമഞ്ചാരോ എന്ന് തുടങ്ങുന്നത്. അപ്പം അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ അർജുൻ പാണ്ഡ്യനെ. ഓക്കെ, അത് കിട്ടി. അടുത്തൊരു പോയിന്റ് നോക്കുക. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ദൗത്യം അറിയപ്പെടുന്ന പേര് ഓപ്പറേഷൻ കാവേരി എന്നാണ്. ഇത് ചോദിച്ച് കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ, അത് ഇനിയും ചോദിച്ചുകൂടുന്നില്ല. ഓപ്പറേഷൻ കാവേരി എന്ന് കേൾക്കുമ്പോൾ സുഡാൻ എന്ന് ഓർമ്മ വരണം അല്ലേ? ഓപ്പറേഷൻ കാവേരിയെ സുഡാനുമായിട്ട് കണക്ട് ചെയ്ത് വെക്കണം. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ദൗത്യം അറിയപ്പെട്ട പേരാണ് ഓപ്പറേഷൻ കാവേരി എന്ന്. ഓപ്പറേഷൻ കാവേരി അല്ലേ? ഇതാണ്ട വന്ദേ ഭാരത് എക്സ്പ്രസ് അല്ലെ, ലോക്കോ പൈലറ്റ് ആണ്. നോക്കുക അല്ലെ, അവര് നോക്കുക, നല്ലൊരു സ്ത്രീയാണ് അല്ലെ. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ആദ്യ വനിതയാണ് അല്ലെ, സുരേഖ യാദവ് ആണ്. സുരേഖ യാദവ് അല്ലെ, നോക്കുക, സുരേഖ യാദവ് അല്ലെ. അവർ സമ്മതിക്കണം അല്ലെ, ഒരു ട്രെയിനൊക്കെ അല്ലേ ഓടിച്ചോണ്ട് പോകുന്നത് അല്ലെ. ഓക്കെ, അപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ആദ്യ വനിതയാണ് സുരേഖ യാദവ്. സുരേഖ യാദവ്. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിന്റെ ADR റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രി ആരാണ്? മുഖ്യമന്ത്രി അത് നമ്മുടെ YS ജഗൻമോഹൻ റെഡ്ഡിയാണ്. YS ജഗൻമോഹൻ റെഡ്ഡി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയാണ് അല്ലേ. ഭാഗ്യവാൻ. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിന്റെ ADR എന്നറിയപ്പെടും. റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രിയാണ് നമ്മുടെ YS ജഗൻമോഹൻ റെഡ്ഡി, ആന്ധ്രാപ്രദേശ്. അടുത്തൊരു പോയിന്റ് നോക്കുക. ലോക ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്ന്? അത് നമ്മുടെ ഇന്ത്യ എന്നാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് ചൈന അല്ലേ. ഇന്ത്യ പൊട്ടിച്ചു എന്ന് നമ്മൾ കേട്ടായിരുന്നു അല്ലേ. ഓക്കെ, ലോക ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ അല്ലെ. ആഹ്ലാദിപ്പിൻ അല്ലെ. ലോക ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യ, രണ്ടാമത് ചൈന. പ്രഥമ ആഗോള ടൂറിസം നിക്ഷേപക ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹി ആയിരുന്നു കേട്ടോ. അപ്പൊ എന്താണ് പ്രഥമ ആഗോള ടൂറിസം നിക്ഷേപക ഉച്ചകോടി? എന്താണ് പ്രഥമ ആഗോള ടൂറിസം നിക്ഷേപക ഉച്ചകോടിയുടെ വേദി നമ്മുടെ ന്യൂഡൽഹി ആയിരുന്നു. അടുത്തൊരു പോയിന്റ് നോക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം എവിടെയാണെന്ന്? റെയിൽവേ പ്ലാറ്റ്ഫോം അല്ലെ, ഏറ്റവും ലോകത്തിലെയാണ് ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ. ഇത് ഈ പേരിന് നീളം കൂടിയെന്നാണോ അതോ റെയിൽവേ പ്ലാറ്റ്ഫോമിന് നീളം കൂടിയെന്നാണോ ചോദ്യം അല്ലെ? ഒന്നുകൂടെ നോക്കേണ്ടി വരും. അപ്പൊ നോക്കുക, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം അല്ലെ, അതിന്റെ പേരും ഭയങ്കര നീളമാണ്. എന്താണ്? ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ, കർണാടകം അല്ലെ. 1507 മീറ്റർ എന്ന് കൊടുത്തിരിക്കുന്നു നീളം അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ്? ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ അല്ലെ. ഇത് കർണാടകത്തിലാണ്. അടുത്തൊരു പോയിന്റ് നോക്കുക. രാജ്യത്തെ ദേശീയ പാർട്ടികളുടെ എണ്ണം എത്രയാണ്? ഇത് ഞാൻ പറഞ്ഞു 2023 കേട്ടോ. ഇപ്പൊ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഇതിന്റെ റിപ്പോർട്ടൊക്കെ വരുമ്പം എന്താകും അവസ്ഥയെന്ന് അറിയാം അല്ലെ. 2023 രാജ്യത്തെ ദേശീയ പാർട്ടികളുടെ എണ്ണം 6 കൊടുത്തിട്ടുള്ളത് അല്ലെ. ഇതിൽ ഈ ഡേറ്റയിൽ മാറ്റം വരും കേട്ടോ, ഇലക്ഷൻ കഴിഞ്ഞല്ലോ. ഏതൊക്കെയാണ്? അപ്പൊ 6 എന്ന് പറഞ്ഞല്ലോ, അത് ഏതൊക്കെയാണ്? ഒന്ന് BJP ആണ്. ഇത് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല, നമുക്കറിയാമല്ലേ, ഭരിക്കുന്നത് അവരാണ്. പിന്നെ INC ആണ്. ഇതും കുഴപ്പമില്ല, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും BJP ഉണ്ടെന്നുള്ളത് നമുക്കറിയാം, അത് രണ്ടും പഠിക്കേണ്ടി വരത്തില്ല. പിന്നെ ഒരെണ്ണമുണ്ട് AAP അല്ലെ, ഇതും പഠിക്കേണ്ടി വരത്തില്ല. ആം ആദ്മി പാർട്ടി അല്ലെ, ഇതും ഉണ്ടെന്നുള്ളത് അറിയാം. ഡൽഹിയിൽ BJP ഉണ്ട്, INC ഉണ്ട്, ആം ആദ്മി പാർട്ടി ഉണ്ട്. പിന്നെ നമ്മുടെ CPIM അല്ലെ, ഇതും ഉണ്ട്, ഇതും പഠിക്കേണ്ടി വരത്തില്ല. CPIM ഉണ്ട്. പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് BSP ആണ്. BSPയും ഓർത്തിരിക്കണം, NPP ഓർത്തിരിക്കണം. ഇതാണ് മറന്നുപോകാൻ സാധ്യതയുള്ളതും അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാം 6 ദേശീയ പാർട്ടികളുണ്ട് അല്ലെ. ദേശീയ പാർട്ടികൾ എപ്പോഴും ചോദിച്ചിട്ടുണ്ട് കേട്ടോ പരീക്ഷയ്ക്ക്. അപ്പൊ അത് നോട്ട് ചെയ്യണം, അവിടെ ഇവിടെ നോക്കിയിരിക്കരുത്, പറയുന്നത് കേൾക്കണേ. 6 ഉണ്ട് ദേശീയ പാർട്ടികൾ. ഏതാണ്? BJP ഉണ്ടെന്നറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടെന്നറിയാം, CPIM ഉണ്ടെന്നറിയാം, പിന്നെ ആം ആദ്മി പാർട്ടി ഉണ്ടെന്ന് 6 ഓൾറെഡി പഠിച്ചു അല്ലെ. പിന്നെ ഏതാണ്? BSP അല്ലെ, ബഹുജൻ സമാജ് പാർട്ടി അല്ലെ. പിന്നെ NPP, ഇതിന്റെ ഫുൾ ഫോം എനിക്കറിയില്ല, ഞാൻ മറന്നുപോയി. NPP, ഇങ്ങനെ 2 കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തിടെ ദേശീയ പാർട്ടി പദവി നഷ്ടമായത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് അല്ലെ? ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്കാണ്? ഒന്ന് CPI ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. നമ്മൾ മുകളിൽ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, CPIM അല്ലെ. ഇപ്പൊ പറഞ്ഞത് ഇത്
നഷ്ടപ്പെട്ടത് CPIക്കാണ് കേട്ടോ. പിന്നെ NCPക്ക് നഷ്ടപ്പെട്ടു, NCP. അതേപോലെ തൃണമൂൽ കോൺഗ്രസിനും നഷ്ടപ്പെട്ടു. ഏതൊക്കെയാണ്? CPI, NCP, തൃണമൂൽ കോൺഗ്രസ്. ഇത് 2023 വിവരമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്കത് പഠിക്കാതെ പറ്റത്തില്ലല്ലോ. ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് പുതിയ വിവരം അത് അപ്ഡേറ്റ് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ അതുകൂടി പഠിക്കണം. ഇനി അടുത്തൊരു പോയിന്റ് നോക്കാം. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിന് രാഷ്ട്രപതിക്ക് പേര് ശുപാർശ ചെയ്യാൻ സുപ്രീം കോടതി നിയമിച്ച 3 അംഗ സമിതിയിൽ ഉൾപ്പെട്ടവർ ആരൊക്കെയെന്ന് ഇത് നല്ലപോലെ കേൾക്കണം കേട്ടോ, നല്ലപോലെ കേൾക്കണം. കാരണം ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചില തിരുത്തലുകളൊക്കെയാണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിന് ആരുടെയാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിന് രാഷ്ട്രപതിക്ക് പേര് ശുപാർശ ചെയ്യാൻ സുപ്രീം കോടതി നിയമിച്ച 3 അംഗ സമിതിയിൽ ഉൾപ്പെട്ടവർ ആരൊക്കെയെന്നാണ് ചോദ്യം. ആരൊക്കെയാണ്? അതിൽ ഒരാൾ പ്രധാനമന്ത്രിയാണ്, പിന്നൊന്ന് പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉണ്ട്. പിന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെ, ഇവരാണ് ആ 3 അംഗ സമിതിയിൽ ഉൾപ്പെട്ടവർ അല്ലെ. ആരൊക്കെയാണ്? അതായത് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിന് അല്ലെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ ആ 3 അംഗ സമിതിയിലുള്ള 3 അംഗങ്ങൾ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു പോയിന്റാണ്. അടുത്തിടെ 19 ജില്ലകൾ കൂടി രൂപീകരിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പോയിന്റൊക്കെ ചോദിക്കാറുണ്ട്. അത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ലാസ്റ്റ് രൂപീകരിച്ച ജില്ല ഏത് എന്ന് ചോദിക്കാറുണ്ട്. ഇവിടെ പറയുന്നത് എന്താ? രാജസ്ഥാനിൽ അടുത്തിടെ 19 ജില്ലകൾ രൂപീകരിച്ചു എന്നാണ് ഈ ലേറ്റസ്റ്റ് ആയിട്ട് അല്ലേ. അപ്പോൾ രാജസ്ഥാനിൽ അടുത്തിടെ 19 ജില്ലകൾ കൂടി രൂപീകരിച്ചിട്ടുണ്ട്. അടുത്തൊരു പോയിന്റ് നോക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽ പാലം അത് അഞ്ചിഘട്ടാണ്. അഞ്ചിഘട്ട് ചെനാബിന്റെ കൈവഴിയായ അഞ്ചി നദിക്ക് കുറുകെയാണത് അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽ പാത ഏതാണ്? അഞ്ചിഘട്ടാണ്. ചെനാബിന്റെ കൈവഴിയായ അഞ്ചി നദിക്ക് കുറുകെയാണ്. ലോകത്തിലെ ആദ്യത്തെ നാനോ DAP ദ്രാവക വളം പുറത്തിറക്കിയത് ഇഫ്കോയാണ് കേട്ടോ. ഇഫ്കോ ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്നാണ് ഇഫ്കോ എന്നതിൻ്റെ പൂർണ്ണമായ പേര് അല്ലേ. അങ്ങനെ എല്ലാം ഒന്നും ചോദിക്കണമെന്നും നിർബന്ധമൊന്നുമില്ല, ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് പോയാൽ നല്ലത് അല്ലേ. ചോദിക്കാതിരിക്കട്ടെ. ലോകത്തിലെ ആദ്യത്തെ നാനോ DAP ദ്രാവക വളമാണ് കേട്ടോ, നാനോ DAP ദ്രാവക വളം. ഇനി ഒന്ന് കേട്ടിരിക്കുന്നത് നല്ലതാണ് അല്ലേ. ചിലപ്പോൾ ഇഫ്കോ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു ഓർമ്മ വന്നേക്കും. ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്നാണ് ഫുൾ ഫോം. ഇന്ത്യയിലെ ആദ്യ 5G ആംബുലൻസ്, ഇതൊക്കെ ഓർത്തിരിക്കണം അല്ലെ. ഇന്ത്യയിലെ ആദ്യ 5G ആംബുലൻസ് അത് അപ്പോക്ക് എന്നാണ് അല്ലെ അറിയപ്പെടുന്നത്. അത് സാധാരണ ആംബുലൻസിന്റെ പോക്കൊക്കെ അല്ലെ വളരെ വേഗത്തിലാണല്ലേ പോക്ക്. ആ പോക്ക് വളരെ വേഗത്തിലാണ്. അപ്പോൾ ഈ 5G ആംബുലൻസിന്റെ അപ്പോക്ക് അല്ലെ ഭയങ്കര വേഗത്തിലാണ് അല്ലെ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ 5G ആംബുലൻസ് ഏതാണ്? അപ്പോക്ക് അല്ലെ. അപ്പോക്ക് വളരെ വേഗത്തിലാണ്. 5G ആയതുകൊണ്ട് വളരെ വേഗത്തിലായിരിക്കും അപ്പോക്ക് അല്ലെ പോകുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ 5G ആംബുലൻസ് അപ്പോക്ക് 5G. ഈ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കം ഏതാണ്? സോജില തുരങ്കമാണ്. ഏഷ്യയിലെയാണ് കേട്ടോ, ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കം ഏതാണ്? സോജില തുരങ്കം. അടുത്തൊരെണ്ണം നോക്കുക. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഏതെന്നാണ്. ഇത് 2023 വിവരമാണ്. ഇത് നിങ്ങളൊന്ന് ഞാനിത് അപ്ഡേറ്റ് ചെയ്തില്ല. അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ 2023 അപ്ഡേറ്റ് ചെയ്യണം തൊഴിലുറപ്പ് വേതനം കേട്ടോ. 2023 തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയായിരുന്നു. ഇപ്പോഴും ഹരിയാന തന്നെയാണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. 357 രൂപയാണ് ഹരിയാന അല്ലേ. കേരളത്തിൽ 333 രൂപയാണ്. ഇവിടെ ഏതോ ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളത് ഈ എത്ര രൂപ വേതനമായിരുന്നു എന്നല്ല ചോദിച്ചത്, എത്ര രൂപയുടെ വർധനവ് വരുത്തി എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഏതോ ഒരു പരീക്ഷയിൽ. അത് ഒരു 22 രൂപയുടെ എത്രയോ വർധനവ് വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കേണ്ടതാണ്. അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിന്റെ പേരാണ് ആധാർ മിത്ര എന്ന് പറയുന്നത്. ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിന്റെ പേരെന്താണ്? ആധാർ മിത്ര എന്നാണ്. ആധാർ മിത്ര. ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടാണ്. ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഏറ്റവും കുറവ് ദരിദ്രരുള്ള സംസ്ഥാനമോ അത് ഗോവയാണ്. രണ്ടാമത് കേരളമാണ് അല്ലെ. അപ്പോൾ അല്ലെ ഏറ്റവും കുറവ് ദരിദ്രമുള്ള സംസ്ഥാനം ഏതാണ്? അത് ഗോവയാണ്. രണ്ടാം സ്ഥാനത്ത് നമ്മുടെ കേരളമുണ്ട് അല്ലെ. അടുത്തൊരു പോയിന്റ് ആണ് നമുക്ക് നോക്കേണ്ടത്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഈയിടെ ആദ്യ ഇന്ത്യൻ ഗ്രാമം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സൈൻ ബോർഡ് സ്ഥാപിച്ചു. എവിടെയാണ്? അത് മനയാണ് അല്ലെ. ഏത് മനയാണ്? ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലെ മനയാണ് അല്ലെ. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഈയിടെ ആദ്യ ഇന്ത്യൻ ഗ്രാമം
എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സൈൻ ബോർഡ് സ്ഥാപിച്ചത് മന, ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലെ മനയിലാണ്. ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ്, LPI എന്ന് പറയും, ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് 2023 പ്രകാരം ഇന്ത്യയുടെ റാങ്ക് 38ആണ്. ഈ റാങ്കൊക്കെ നമുക്ക് പരീക്ഷ എടുക്കുമ്പോൾ കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്ത് തരുന്നുണ്ട്, നോട്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏഷ്യയിൽ വെള്ളത്തിനടിയിലൂടെ ഏറ്റവും നീളം കൂടിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ ഏത് നദിയിലാണ്? അത് ബ്രഹ്മപുത്ര നദിയിലാണ്. ബ്രഹ്മപുത്ര നദിയിൽ അസമിലെ ജോർഹാട്ടിനെയും മജൌലി ദ്വീപിനെയും ബന്ധിപ്പിച്ചുള്ള പൈപ്പ് ലൈൻ ആണിത് അല്ലെ. അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത അതിവേഗ പാത NH 275 അല്ലെ, NH 275 മൈസൂരു ബംഗളൂരുവിലാണ്. മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത അതിവേഗ പാത NH 275 മൈസൂരു ബംഗളൂരു റൂട്ടിലാണ്. മൈസൂരു ബംഗളൂരു റൂട്ടിലെ നിങ്ങൾക്ക് ഞാനിവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അല്ലെ, കമൻറ്റ് ചെയ്യുക. നോക്കുക, അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. അടുത്തൊരു പോയിന്റ്, തെക്കൻ അമേരിക്കൻ രാജ്യമായ സുരിനാമിന്റെ പരമോന്നത, ആദ്യം ഈ പിക്ചർ ഒന്ന് നോക്കുകയാണ്, നമ്മുടെ അല്ലെ രാഷ്ട്രപതി ഉണ്ട്. നോക്കുക, തെക്കൻ അമേരിക്കൻ രാജ്യമായ സുരിനാമിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് ദ ചെയിൻ ഓഫ് ദ യെല്ലോ സ്റ്റാർ പ്രസിഡന്റ് ചന്ദ്രിക പ്രസാദ് സന്തോഖിയിൽ നിന്നും അടുത്തിടെ ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് നമ്മുടെ ദ്രൗപദി മുർമു അല്ലെ. ദ്രൗപദി മുർമു എന്താണ്, ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധയോടെ കേൾക്കുക. തെക്കൻ അമേരിക്കൻ രാജ്യമായ സുരിനാമിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് ദ ചെയിൻ ഓഫ് ദി യെല്ലോ സ്റ്റാർ പ്രസിഡന്റ് ചന്ദ്രിക പ്രസാദ് സന്തോഖിയിൽ നിന്നും അടുത്തിടെ ഏറ്റുവാങ്ങിയ വ്യക്തി ആരാണ്? ദ്രൗപദി മുർമു ആണ് അല്ലെ. ഇന്ത്യൻ രാഷ്ട്രപതി അല്ലെ. നമുക്ക് ഇപ്പുറത്തെ ഒരു പോയിന്റ് കൂടെ നമുക്ക് നോക്കാം. പ്രശസ്ത സോഷ്യലിസ്റ്റ് നേതാവായ മധു ലിമായയുടെ ജന്മശതാബ്ദി ആഘോഷവേളയിൽ ശതാബ്ദി പുരുഷ് അല്ലെ, മാൻ ഓഫ് ദ സെഞ്ചുറി എന്ന് പറയും, പദവി നൽകി ആദരിച്ചത് ആരെയാണെന്ന്? അത് പണ്ഡിറ്റ് രാംകിഷനെയാണ്. പണ്ഡിറ്റ് രാംകിഷൻ അല്ലെ, അദ്ദേഹത്തെയാണ് ഈ കാണുന്നത് നിങ്ങൾ അല്ലെ, പണ്ഡിറ്റ് രാംകിഷൻ. അപ്പോൾ പ്രശസ്ത സോഷ്യലിസ്റ്റ് നേതാവായ മധു ലിമായയുടെ ജന്മശതാബ്ദി ആഘോഷവേളയിൽ ശതാബ്ദി പുരുഷ്, മാൻ ഓഫ് ദ സെഞ്ചുറി പദവി നൽകി ആദരിച്ചത് പണ്ഡിറ്റ് രാംകിഷോറിനെയാണ്. അല്ലെ. അടുത്തൊരു പോയിന്റ് നോക്കുക. മെയ്ഡ് ഇൻ ഇന്ത്യ 75 years ഓഫ് ബിസിനസ് ആൻഡ് എന്റർപ്രൈസസ് എന്ന പുസ്തകം രചിച്ചത് അമിതാഭ് കാന്താണ്. അപ്പോൾ എന്താണ് മെയ്ഡ് ഇൻ ഇന്ത്യ 75 years ഓഫ് ബിസിനസ് ആൻഡ് എന്റർപ്രൈസസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? അമിതാഭ് കാന്താണ്. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ പ്രധാനമന്ത്രിയാണ് ജോർജിയ മെലോനി അല്ലെ. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ജോർജിയ മെലോനി ആയിരുന്നു. അടുത്തൊരു പോയിന്റ് നോക്കുക. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഈ വർഷത്തെ ആദ്യത്തെ ചുഴലിക്കാറ്റായ മോഖയ്ക്ക് ആ പേര് നിർദ്ദേശിച്ച രാജ്യം യമനാണ് കേട്ടോ. മോഖയ്ക്ക് എത്ര ഓർത്തിരുന്നാൽ മതി, മോഖയ്ക്ക് ആ പേര് നിർദ്ദേശിച്ചാരാണ്? യമനാണ്. അടുത്തൊരു പോയിന്റ് നോക്കുക. ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രമാണ്, അത് ചണ്ഡീഗഡിലാണ്. ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം ചണ്ഡീഗഡിൽ അല്ലെ. അടുത്തൊരു പോയിന്റ് നോക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇത് പിന്നെ നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് അല്ലെ. അടുത്ത ഒരു നോക്കുക അല്ലെ, ഈ നടിയെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ, ഈ നടി അല്ലെ. നോക്കുക, ലോകോത്തര ബ്രാൻഡായ ഗുച്ചിയുടെ, അതായത് ഇറ്റാലിയൻ ബ്രാൻഡാണത് ഗുച്ചി എന്നറിയപ്പെടുന്നത്. ലോകോത്തര ബ്രാൻഡായ ഗുച്ചിയുടെ ഇറ്റാലിയൻ ബ്രാൻഡ് അംബാസഡറായ ആദ്യ ഇന്ത്യക്കാരി എന്ന് പറയുന്നത് നമ്മുടെ ആലിയ ഭട്ടാണ്. ബോളിവുഡ് താരമാണ് ആലിയ ഭട്ട് അല്ലെ. അപ്പൊ നോക്കുക, ലോകോത്തര ബ്രാൻഡായ ഗുച്ചിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? നമ്മുടെ ഇന്ത്യക്കാരിയായിട്ടുള്ള ആലിയ ഭട്ടാണ് അല്ലെ. ഇറ്റാലിയൻ ബ്രാൻഡാണ് ഗുച്ചി എന്നറിയപ്പെടുന്നത്. അടുത്ത ഒരു പോയിന്റ്, ആപ്പിൾ കമ്പനി നേരിട്ട് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റീറ്റെയിൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത് മുംബൈയിലാണ് കേട്ടോ. നോട്ട് ചെയ്തോണേ, ആപ്പിൾ കമ്പനിയാണ് അല്ലെ, ഓറഞ്ചോ മാങ്ങയോ ഒന്നും അല്ല അല്ലെ, ആപ്പിൾ കമ്പനിയാണ്. ആപ്പിൾ കമ്പനി നേരിട്ട് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റീറ്റെയിൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? മുംബൈയാണ്. ഇത് ആപ്പിൾ കമ്പനി ആയതുകൊണ്ടാണ് നോട്ട് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. കാരണം ആപ്പിളിന് ഇന്ത്യയിലെ അതിൻ്റെ പ്രിയം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ, ആപ്പിളിൻ്റെ ആ ആപ്പിൾ ബ്രാൻഡ് അല്ലെ. ഇപ്പം ഒത്തിരി ആൾക്കാരുടെക്കാളും അല്ലെ ആപ്പിൾ ബ്രാൻഡ് കമ്പ്യൂട്ടറും ആപ്പിൾ ബ്രാൻഡ് മൊബൈൽ ഫോണും ഒക്കെയാണ് അല്ലെ.
അപ്പോൾ ആ ബ്രാൻഡിന് പ്രിയമേറുന്നത് കൊണ്ട് തന്നെ അത് നോട്ട് ചെയ്യേണ്ടതാണ്. അത് എന്താണ്, ആപ്പിൾ കമ്പനി നേരിട്ട് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റീറ്റെയിൽ സ്റ്റോറാണ് ഇവിടെ വന്നിട്ടുള്ളത്, മുംബൈയിൽ. അടുത്ത് നോക്കുക, ത്രിപുര മുറിച്ച് തിപ്രാലാൻഡ് എന്ന പേരിൽ സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? തിപ്ര മോത്ത എന്നാണ് രാഷ്ട്രീയ പാർട്ടിയുടെ പേര്. എന്താണ്? തിപ്ര മോത്ത. ത്രിപുര മുറിച്ച് തിപ്രാലാൻഡ് എന്ന പേരിൽ സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് തിപ്ര മോത്ത എന്നറിയപ്പെടുന്നത്, അല്ലെ? തിപ്ര മോത്ത എന്നറിയപ്പെടുന്നത്. അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം. അറബിക്കടലിൽ രൂപം കൊണ്ട ബിപാർജോയ് എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ബംഗ്ലാദേശാണ്, അല്ലെ? ബംഗ്ലാദേശ്. നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പഠിച്ചു, അല്ലെ? മോഖ എന്നൊരു ചുഴലിക്കാറ്റിന്റെ കാര്യം നമ്മൾ പഠിച്ചു, അല്ലെ? മോഖ എന്ന ചുഴലിക്കാറ്റിന് പേര് നിർദ്ദേശിച്ച രാജ്യം ഏതാണ്? അത് യമനാണ്. മോഖ, അല്ലെ? മോഖയ്ക്ക് യമനാണ് പേര് നിർദ്ദേശിച്ചത്. ഇപ്പോൾ ബിപാർജോയ് ചുഴലിക്കാറ്റൊക്കെ ചോദിക്കാറുണ്ട് കേട്ടാ. ബിപാർജോയ് എന്ന ചുഴലിക്കാറ്റിന് പേര് കൊടുത്തത് ഏത് രാജ്യമാണ്? ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശാണ്. അടുത്തൊരു പോയിന്റ് നോക്കുക. ഡൽഹിയിലെ തീൻമൂർത്തി സമുച്ചയത്തിൽ സ്ഥിതി ചെയ്യുന്ന നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേരെന്താണെന്നാണ് ചോദ്യം. അത് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം എന്നാണ് കേട്ടോ. ഡൽഹിയിലെ തീൻമൂർത്തി സമുച്ചയത്തിൽ സ്ഥിതി ചെയ്യുന്ന നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേരാണ് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം. തെലങ്കാനയുടെ സംസ്ഥാന പദവിക്ക് വേണ്ടി ജീവൻ നൽകിയവർക്കായി സമർപ്പിച്ച സ്മാരകമാണ് അമരജ്യോതി സ്മാരകം. തെലങ്കാനയുടെ സംസ്ഥാന പദവിക്ക് വേണ്ടി ജീവൻ നൽകിയവർക്കായി സമർപ്പിച്ച സ്മാരകമാണ് അമരജ്യോതി സ്മാരകം എന്നറിയപ്പെടുന്നത്. അടുത്ത ഒരു പോയിന്റ് നോക്കുക. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ആസ്ട്രേലിയൻ പ്രധാനമന്ത്രി, അല്ലെ? ആസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ആണ്. നമ്മളൊരു ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ ഇതിനു മുമ്പ് തൊട്ട് മുമ്പ് പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ആസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ആണ്. അടുത്തൊരു പോയിന്റ് നോക്കുക. സിപ്രി, അല്ലെ? SIPRI റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്, അല്ലെ? SIPRI റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്, അല്ലെ? G20 ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? അമിതാഭ് കാന്ത് ആയിരുന്നു. G20 ഇന്ത്യൻ ഷെർപ്പ അമിതാഭ് കാന്ത്. അടുത്തൊരു പോയിന്റ് നോക്കുക. ചൈന, റഷ്യ, ഇറാൻ സംയുക്ത നാവികാഭ്യാസത്തിന്റെ പേരെന്താണ്? അത് മറൈൻ സെക്യൂരിറ്റി ബെൽറ്റ് എന്നാണ്. മറൈൻ സെക്യൂരിറ്റി ബെൽറ്റ് 2023. ആരൊക്കെയാണ് അതിനകത്തുള്ളത് നോക്കിയേ? ചൈന, അല്ലെ? ചൈന, റഷ്യ, ഇറാൻ, അല്ലെ? ആരൊക്കെയാണ്? ചൈന, റഷ്യ, ഇറാൻ സംയുക്ത നാവികാഭ്യാസത്തിന്റെ പേരാണ് മറൈൻ സെക്യൂരിറ്റി ബെൽറ്റ് 2023 എന്ന്, അല്ലെ? അടുത്തൊരു പോയിന്റ് നോക്കുക. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസർ ആരാണ്? അത് സഫിൻ ഹസൻ ആണ്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസർ സഫിൻ ഹസൻ. അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. സ്വച്ഛ് മുഖ് അഭിയാൻ പ്രചരണ പരിപാടിയുടെ ഭാഗമായി മഹാരാഷ്ട്രയുടെ ചിരി അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ, അല്ലെ? സ്വച്ഛ് മുഖ് അഭിയാൻ എന്താണ്? സ്വച്ഛ് മുഖ് അഭിയാൻ പ്രചരണ പരിപാടിയുടെ ഭാഗമായി മഹാരാഷ്ട്രയുടെ ചിരി അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ. അടുത്തൊരു പോയിന്റ് നോക്കുക. പാരീസ് ആസ്ഥാനമായ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് തയ്യാറാക്കിയ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം 161. ഇത് 2023 ഇതാണ്. നമ്മളത് അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കും. ഇതൊക്കെ ഇൻഡെക്സ് ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പ് പക്കയായിട്ട് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കും, അല്ലെ? ഇതിൽ 161 ആയിരുന്നു സ്ഥാനം, അല്ലെ? നോർവേ, അയർലൻഡ്, അതേപോലെ ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ. ഇവരൊക്കെ തന്നെയാണ് എപ്പോഴും ആദ്യ സ്ഥാനങ്ങളിൽ, അല്ലെ? അരുണാചൽ പ്രദേശിലെ ടാഗിൻ ഭാഷയിൽ, ഏതാണ് ആ ഭാഷ? ടാഗിൻ എന്നാണ്. അരുണാചൽ പ്രദേശിലെ ടാഗിൻ ഭാഷയിൽ പുറത്തിറങ്ങുന്ന ആദ്യ ചലച്ചിത്രമാണ് ലവ് ഇൻ 90s എന്ന് പറയുന്നത്. അരുണാചൽ പ്രദേശിലെ ടാഗിൻ ഭാഷയിൽ പുറത്തിറങ്ങുന്ന ആദ്യ ചലച്ചിത്രം ഏതാണ്? ലവ് ഇൻ 90s. 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം അത് ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യ ആയിരുന്നു, അല്ലെ? 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യ, അല്ലെ? ഇനി ഇതിന്റെ കുറച്ച് പോയിന്റ് ഇപ്പുറത്തുണ്ടാവും, നോക്കാം. 278 പേരുടെ മരണത്തിനിടയാക്കിയ ബാലസോർ തീവണ്ടി അപകടം നടന്ന സംസ്ഥാനം എവിടെയാണ്? അത് ഒഡീഷയാണ്. ഒഡീഷ, അല്ലെ? ഒഡീഷ 2023 ജൂണിലാണ്. ഒഡീഷ.
278 പേരുടെ മരണത്തിനിടയാക്കിയ ബാലസോർ തീവണ്ടി അല്ലേ, അത് ബാലസോർ തീവണ്ടി അവിടെ എത്ര പേരാണ്? 278 പേർ അല്ലേ. 278 പേരുടെ മരണത്തിനിടയാക്കിയ ബാലസോർ തീവണ്ടി അപകടം നടന്ന സംസ്ഥാനം ഒഡീഷ 2023 ജൂൺ 2-നാണ്. ഷാലിമാർ ചെന്നൈ സെൻട്രൽ കോറമാൻഡൽ എക്സ്പ്രസ് ഏതൊക്കെയാണെന്ന് നോക്കണം. ഒന്ന് ഷാലിമാർ ചെന്നൈ സെൻട്രൽ അല്ലെ കോറമാൻഡൽ എക്സ്പ്രസ് അല്ലെ, പിന്നെ ബംഗളൂരു ഹൗറ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്, പിന്നെ ഗുഡ്സ് ട്രെയിൻ അല്ലെ. 3 ട്രെയിനാണ് ഇടിച്ചത്. നമ്മൾ ആ പിക്ചറൊക്കെ കണ്ടതാണ് അല്ലേ. അപ്പോൾ അത് ഓർത്തിരിക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് തുടർച്ചയാണ് അതിൻ്റെ. പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച എന്നാണ്. അത് 2023 മെയ് 28-നാണ്. പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് 2023 മെയ് 28-നാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ മുഖ്യ ശില്പി ആരാണ്? ബിമൽ ഹസ്മുഖ് പട്ടേലാണ്. ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ, പ്രസ്താവന ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരാം. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ മുഖ്യ ശില്പി ആരാണ്? ബിമൽ ഹസ്മുഖ് പട്ടേലാണ്. ബിമൽ ഹസ്മുഖ് പട്ടേൽ. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗനാഥ് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ് ഈ തുംഗനാഥ് എന്നറിയപ്പെടുന്നത് കേട്ടോ, ഉത്തരാഖണ്ഡില്. അടുത്ത പോയിന്റ് നോക്കുക. മെയ്തി സമുദായത്തിന് പട്ടികവർഗ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട സംഘർഷം നടക്കുന്ന സംസ്ഥാനം മണിപ്പൂറാണ്. മെയ്തി സമുദായത്തിന് പട്ടികവർഗ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട സംഘർഷം നടന്ന സ്ഥലം മണിപ്പൂറാണ് അല്ലെ, മണിപ്പൂർ. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇറക്കിയ നാണയം എത്ര രൂപയുടേതാണ്? 75 രൂപയുടേത്. ഇതൊക്കെ ഒരു ഇൻഫർമേഷൻ ആണ്, കേട്ടിരിക്കുക. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇറക്കിയ നാണയം 75 രൂപയുടേതാണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിതയാണ് മുത്തമിഴ് സെൽവി അല്ലെ. മുത്തമിഴ് സെൽവി എന്താണ്? എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിതയാണ് മുത്തമിഴ് സെൽവി. 2023 ഇന്ത്യ വിയറ്റ്നാമിന് നൽകിയ മിസൈൽ കോർവെറ്റാണ് INS കിർപ്പാൻ അല്ലെ. 2023 ഇന്ത്യ വിയറ്റ്നാമിന് നൽകിയ മിസൈൽ കോർവെറ്റ് ഏതാണ്? INS കിർപ്പാൻ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. ഇന്ദിരാഗാന്ധിയുടെ ജീവിതം പ്രമേയമായി പുറത്തിറങ്ങുന്ന എമർജൻസി എന്ന സിനിമയിൽ ഇന്ദിരാഗാന്ധിയുടെ വേഷം ചെയ്യുന്നത് ആരാണ്? കങ്കണ റണാവത്താണ്. ഇന്ദിരാഗാന്ധിയുടെ ജീവിതം പ്രമേയമായി പുറത്തിറങ്ങുന്ന എമർജൻസി എന്ന സിനിമയിൽ ഇന്ദിരാഗാന്ധിയുടെ വേഷം ചെയ്യുന്നത് കങ്കണ റണാവത്താണ് അല്ലെ. ഝാൻസി റാണിയായിട്ട് വേഷമിട്ടത് കങ്കണ റണാവത്താണ്. അതേപോലെ ജയലളിതയായിട്ട് വേഷമിട്ടതും കങ്കണ റണാവത്ത് തന്നെയായിരുന്നു അല്ലെ. ശശീന്ദ്രൻ മുത്തുവേലും ഭാര്യ ശുഭ ശശീന്ദ്രനും ചേർന്ന് ഏത് തമിഴ് കൃതിയാണ് പാപ്പുവ ന്യൂഗിനിയയുടെ ഔദ്യോഗിക ഭാഷയായ ടോക്പിസിനിലേക്ക് വിവർത്തനം ചെയ്തത്? തിരുക്കുറൽ അല്ലെ. ആരൊക്കെയാണ് ആ പ്രശസ്തർ നോക്കിയ? ശശീന്ദ്രൻ മുത്തുവേലും ഭാര്യ ശുഭ ശശീന്ദ്രനും അല്ലെ ചേർന്നിട്ടാണ് തമിഴ് കൃതിയായ അല്ലെ തിരുക്കുറൽ പപ്പുവ ന്യൂഗിനിയുടെ ഔദ്യോഗിക ഭാഷയായ ടോക്പിസിനിലേക്ക് വിവർത്തനം ചെയ്തു. അടുത്തൊരു പോയിന്റ് നോക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്ന നഗരം സൂറത്താണ്. സൂറത്താണ്. ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംരക്ഷണ കേന്ദ്രം അത് കോർബറ്റ് ടൈഗർ റിസർവ് ആണ്. ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംരക്ഷണ കേന്ദ്രം എന്ന് ചോദിച്ചാൽ അത് കോർബറ്റ് ടൈഗർ റിസർവ് ആണ്. ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് മധ്യപ്രദേശ്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക അല്ലെ. കടുവകൾ കൂടുതലുള്ള സംരക്ഷണ കേന്ദ്രം കോർബറ്റ് ടൈഗർ റിസർവ് ആണ് അല്ലെ. കടുവകൾ കൂടുതലുള്ള സംസ്ഥാനം ചോദിച്ചാൽ മധ്യപ്രദേശ് ആണ് അല്ലെ. ആനകളുടെ സഞ്ചാരം അറിയുന്നതിനായി എലിഫന്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം ജാർഖണ്ഡ്. ആനകളുടെ സഞ്ചാരം അറിയുന്നതിനായി എലിഫന്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം ജാർഖണ്ഡ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? അത് 2023 ജൂലൈ 14-ന്. വിക്ഷേപണ വാഹനം LVM-3 ആണ്. LVM-3 അല്ലെ. നോക്കുക, ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14-ന്. 2023 ജൂലൈ 14-ന് അല്ലെ. ഇപ്പോൾ ഒരു വർഷമായി അല്ലെ. 2023 ജൂലൈ 14 വിക്ഷേപണ വാഹനം ഏതാണ്? LVM-3. 2023 ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള വെറ്റില ഏതാണ്? അത് ഔത്തൂർ വെറ്റിലയാണ്. 2023 ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള വെറ്റില ഏതാണ്? ഔത്തൂർ വെറ്റില. ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സിൻ്റെയും പരീക്ഷ നമ്മൾ ടെലഗ്രാം ചാനൽ നടത്താറുണ്ട്. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അല്ലേ.
അടുത്തൊരു നോക്കുക, നമ്മുടെ പരപ്പിയമ്മയെ കാണുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, മക്കൾ വളർത്തിയ അഥവാ കൂന്താണി എന്ന അപൂർവ ഇനം കൈതച്ചക്ക സംരക്ഷിച്ച് വളർത്തിയതിന് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ സസ്യജനിതക സംരക്ഷണ പുരസ്കാരം ലഭിച്ച ആദിവാസി വനിതയാണ് നമ്മുടെ പരപ്പിയമ്മയാണ് നിങ്ങളിപ്പോൾ കണ്ടത് അല്ലേ. പരപ്പിയമ്മ ഒന്നുകൂടെ കാണിക്കാം, പരപ്പിയമ്മ അല്ലേ, പരപ്പിയമ്മ നോക്കുക. അപ്പോൾ എന്താണ്, മക്കൾ വളർത്തി അഥവാ കൂന്താണി എന്ന അപൂർവ ഇനം കൈതച്ചക്ക സംരക്ഷിച്ച് വളർത്തിയതിന് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ സസ്യജനിതക സംരക്ഷണ പുരസ്കാരം ലഭിച്ച ആദിവാസി വനിതയാണ് നമ്മുടെ പരപ്പിയമ്മയാണ് നിങ്ങൾ കണ്ടത് അല്ലേ. അടുത്തൊരു പോയിന്റ് നോക്കുക, കാറുകൾക്ക് അല്ലെ. അടുത്തൊരു പോയിന്റ്, ഒരു സെക്കൻഡ്. തമിഴ്നാട്ടിലെ ആദ്യ വനിതാ പാപ്പാൻ ആരാണ്? അത് ബെല്ലിയാണ്. തമിഴ്നാട്ടിലെ ആദ്യ വനിതാ പാപ്പാൻ ബെല്ലിയാണ്, തമിഴ്നാട്ടിലെ ആദ്യ വനിതാ പാപ്പാൻ. ഇന്ത്യയിലെ ആദ്യ ലേണിംഗ് ബുക്ക് അത് ജിയോ ബുക്കാണ്. ഇന്ത്യയിലെ ആദ്യ ലേണിംഗ് ബുക്ക് ജിയോ ബുക്കാണ്, ഇന്ത്യയിലെ ആദ്യ ലേണിംഗ് ബുക്ക്. ആമസോൺ ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത് ഏത് തടാകത്തിലാണ്? ദാൽ തടാകത്തിൽ. ആമസോൺ ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത് ദാൽ തടാകത്തിലാണ്. 14ാമത് ലോക സുഗന്ധവ്യഞ്ജന കോൺഗ്രസിന് വേദിയാകുന്ന നഗരം മുംബൈയാണ്. 14ാമത് ലോക സുഗന്ധവ്യഞ്ജന കോൺഗ്രസിന് വേദിയാകുന്ന നഗരം മുംബൈയാണ്. ക്രൈം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട G20 സമ്മേളനത്തിന് വേദിയായത് ഗുരുഗ്രാമാണ് അല്ലെ. ക്രൈം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട G20 സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? ഗുരുഗ്രാമാണ് അല്ലെ, ഗുരുഗ്രാം. അത് ഓർക്കാൻ നല്ലതാണ് അല്ലെ. ഇപ്പൊ ഗുരുക്കന്മാരെന്തായാലും ക്രൈം ചെയ്യാൻ ശിഷ്യന്മാരെ പ്രേരിപ്പിക്കത്തില്ല അല്ലെ, കാരണം നേർവഴിക്ക് നയിക്കത്തല്ലേ ഉള്ളൂ. അപ്പൊ ഗുരുഗ്രാമിലാണ് അതിന്റെ മീറ്റിംഗ് നടക്കുന്നത്. എന്ത്? ക്രൈം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് നടക്കുന്നത് ഗുരുഗ്രാമിലാണ് എന്ന് ഓർക്കാം. ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ ബഹുമതി നേടിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അല്ലെ നരേന്ദ്രമോദി. ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ ബഹുമതി നേടുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ് അല്ലെ. ന്യൂഡൽഹിയിലെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേരെന്താണ്? അത് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി എന്നാണ്. ന്യൂഡൽഹിയിലെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേരാണ് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി. അടുത്തൊരു പോയിന്റ് നോക്കുക, വൺ വെബിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് പോർട്ടൽ സൈറ്റ് ആണ് മെഹ്സാന ഗുജറാത്തിലാണ്. എന്താണ് വൺ വെബിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് പോർട്ടൽ സൈറ്റ് ഏതാണ്? മെഹ്സാന, ഗുജറാത്ത് അല്ലെ. വനിതയെ നോക്കുക അല്ലെ, ചേതനാമാരു 2023 ബുക്കർ പ്രൈസിനുള്ള പ്രഥമ പട്ടികയിൽ ഇടം നേടിയ വെസ്റ്റേൺ ലൈൻ എന്ന പുസ്തകം രചിച്ച ഇന്ത്യൻ വംശജയായ നോവലിസ്റ്റാണ് ചേതനാമാരു. എന്താണ്? 2023 ബുക്കർ പ്രൈസിനുള്ള പ്രഥമ പട്ടികയിൽ ഇടം നേടിയ വെസ്റ്റേൺ ലൈൻ എന്ന പുസ്തകം രചിച്ച ഇന്ത്യൻ വംശജയായ നോവലിസ്റ്റാണ് ചേതനാമാരു. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഞാനത് മാക്സിമം വേഗത്തിൽ ഈ ഇന്ത്യ തീർത്തേക്കുവാണ്. ഒരു കുറച്ച് പോർഷൻ കൂടെ ഉള്ളൂ, നമ്മൾ പെട്ടെന്ന് ഇന്ത്യ നമ്മൾ തീർക്കുവാണ്. അപ്പോൾ നമുക്ക് അത്രയും നല്ലത്. പിന്നെ ലോകമാണുള്ളത്. അപ്പോൾ നോക്കുക, കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഏതു പദ്ധതി പ്രകാരമാണ്? അത് ഭാരത് NCAP എന്നുള്ള പദ്ധതിയാണ്. ഭാരത് NCAP അല്ലെ, ഭാരത് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം എന്നാണ് അല്ലെ. കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച ഏതു പദ്ധതി പ്രകാരമാണ്? ഭാരത് NCAP ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം എന്നാണ്. രാജ്യത്തെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത് ചെന്നൈയിലാണ്. എവിടെയാണ്? ചെന്നൈയിൽ. ഇന്ത്യയിലെ ആദ്യ ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? തമിഴ്നാടാണ്. ഇന്ത്യയിലെ ആദ്യ ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെന്റർ നിലവിൽ വരുന്നത് തമിഴ്നാട് അല്ലെ. രാജ്യത്തെ തെരഞ്ഞെടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിനുള്ള കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി. എന്താണ്? രാജ്യത്തെ തെരഞ്ഞെടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിനുള്ള കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്? അത് തമിഴ്നാടാണ് അല്ലെ, തമിഴ്നാട്. നോക്കുക അടുത്തത്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ റോഡ് നിലവിൽ വന്നത് ലഡാക്കിലാണ്. അടുത്തൊരു പോയിന്റ് നോക്കുക, ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ആഗസ്റ്റ് 23 ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? ആഗസ്റ്റ് 23. ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യത്തെ 8 വരി എലിവേറ്റഡ് അതിവേഗ പാത ദ്വാരക എക്സ്പ്രസ് വേ ആണ്. ഇന്ത്യയിൽ നിലവിൽ
നിലവിൽ വരുന്ന ആദ്യത്തെ 8 വരി എലിവേറ്റഡ് അതിവേഗ പാത ഏതാണ്? ദ്വാരക എക്സ്പ്രസ് വേ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഇടനാഴി ഏതാണ്? രാമേശ്വരം മാനമധുരയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഇടനാഴി രാമേശ്വരം മാനമധുരയാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പുവരാം, നിങ്ങൾ ഏത് റാങ്ക് ഫയൽ കറണ്ട് അഫയേഴ്സിൻ്റെ മേടിച്ച് പഠിച്ചാലും നമ്മളിപ്പോൾ ഈ കവർ ചെയ്ത് പോയ പോയിൻ്റൊക്കെ അതിനകത്ത് കാണും. പിന്നെ അവർ വേറെയും കുറേയൊക്കെ കുത്തി നിറക്കും. എന്തായാലും PSC ബുള്ളറ്റിനിൽ അവർ ലിമിറ്റഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ തന്നെ വരാനാണ് സാധ്യത. നിങ്ങൾ ഏത് റാങ്ക് ഫയൽ നിങ്ങൾ മേടിച്ച് നോക്കിയോ, നമ്മളിപ്പോൾ പഠിച്ച ഈ കറണ്ട് അഫയേഴ്സ് കേരളത്തിൻ്റെ ആണെങ്കിലും ഇതിൻ്റെ ആണെങ്കിലും ഈ PSC ബുള്ളറ്റിനിലെ തന്നെയായിരിക്കും എല്ലാ റാങ്ക് ഫയലിലും അവർ കുത്തിയറച്ചിട്ടുണ്ടാവും. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താൻ ഒഡീഷ സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയ ഭാഷയാണ് കുയി ഭാഷ. അങ്ങനെ റാങ്ക് ഫയലുകാർ കുത്തി നിറക്കുന്ന വേറൊന്നും കൊണ്ടല്ല, എല്ലാവർക്കും അറിയാം. PSC പരീക്ഷകളിൽ ഇപ്പോൾ അടുത്തിടെയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് ഒക്കെ തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും കറണ്ട് അഫയേഴ്സിൻ്റെ റാങ്ക് ഫയൽ തയ്യാറാക്കാൻ ആശ്രയിക്കുന്നത് PSC ബുള്ളറ്റിൻ തന്നെയാണ്. പക്ഷേ നിങ്ങളത് നേരത്തെ പഠിച്ചു കഴിയുന്നു അല്ലേ? ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താൻ ഒഡീഷ സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയ ഭാഷയാണ് കുയി ഭാഷ. ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനം തെലങ്കാനയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനം തെലങ്കാനയാണ്. തെലങ്കാന 2023 G20 ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം പതേർ പാഞ്ചാലി ആയിരുന്നു അല്ലേ? 2023 G20 ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം പതേർ പാഞ്ചാലി. മധ്യപ്രദേശിന് ശേഷം ഹിന്ദിയിൽ MBBS പഠനം ആരംഭിക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. മധ്യപ്രദേശിന് ശേഷം ഹിന്ദിയിൽ MBBS പഠനം ആരംഭിക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. വേൾഡ് സിറ്റി കൾച്ചറൽ ഫോറത്തിന്റെ ഭാഗമാകുന്ന ആദ്യത്തെ ഇന്ത്യൻ നഗരം ഏതാണ്? ബംഗളൂരു ആണ്. ബംഗളൂരു അല്ലേ? ബംഗളൂരു ആണ്. വേൾഡ് സിറ്റി കൾച്ചറൽ ഫോറത്തിന്റെ ഭാഗമാകുന്ന ആദ്യത്തെ ഇന്ത്യൻ നഗരം ബംഗളൂരു ആണ്. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? നാഗ്പൂർ ആണ്. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി നാഗ്പൂർ ആണ്. 2023 ലോകമാന്യ തിലക് ദേശീയ അവാർഡിന് അർഹനായത് നരേന്ദ്രമോദിയാണ് അല്ലേ? 2023 ലോകമാന്യ തിലക് ദേശീയ അവാർഡിന് അർഹനായത് ആരാണ്? നരേന്ദ്രമോദി. 2023 ലോകമാന്യ തിലക് ദേശീയ അവാർഡിന് അർഹനായത് നരേന്ദ്രമോദി. വന്ദേ ഭാരതിന്റെ സൗകര്യങ്ങളോടെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യുന്നതിന് ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്ന non-AC ട്രെയിൻ സർവീസാണ് വന്ദേ സാധാരൻ. non-AC ആണ് കേട്ടോ. non-AC ട്രെയിൻ സർവീസാണ് വന്ദേ സാധാരൻ. വന്ദേ ഭാരതിന്റെ സൗകര്യങ്ങളോടെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യുന്നതിന് ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്ന non-AC ട്രെയിൻ സർവീസാണ് വന്ദേ സാധാരൻ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് നീറ്റിലിറക്കിയ 6ാമത്തെ യുദ്ധക്കപ്പലാണ് വിന്ധ്യഗിരി. യുദ്ധക്കപ്പൽ വിന്ധ്യഗിരിയാണ്. വിന്ധ്യഗിരി. അവകാശികളില്ലാതെ 10 വർഷത്തിലേറെയായ ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തുന്നതിനായി ഉദ്ഗം പോർട്ടൽ ആരംഭിച്ച സ്ഥാപനം RBI ആണ്. അവകാശികളില്ലാതെ 10 വർഷത്തിലേറെയായ ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തുന്നതിനായി ഉദ്ഗം പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അത് നമ്മുടെ RBI ആണ്. RBI അല്ലേ? ഇനി ഈ ഭാഗത്ത് കുറച്ച് നമ്മൾ ബാലൻസ് ഇട്ടിട്ടുണ്ട്, അതുകൂടെ നോക്കണം. പിന്നെ ഒരു കുറച്ച് പോർഷൻ കൂടെ ഉള്ളത് നമ്മളിപ്പോൾ തന്നെ തീരും. അടുത്തൊന്ന് നോക്കുക. ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് കുലശേഖരപട്ടണത്താണ് അല്ലെ? എവിടെയാണ്? കുലശേഖരപട്ടണം. ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് കുലശേഖരപട്ടണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT ഹബ്ബ് സ്ഥാപിതമാകുന്നത് ലക്നൌവിലാണ്. ആരുടെ സ്മരണാർത്ഥം പുറത്തിറക്കിയ പുസ്തകമാണ് മെമ്മറീസ് നെവർ ഡൈ? ഇതാണ് മെമ്മറീസ് നെവർ ഡൈ. ആരുടെ സ്മരണാർത്ഥമാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ സ്മരണാർത്ഥം. ആരൊക്കെ ചേർന്നാണ്? നസീമ മരക്കാറും YS രാജനും ചേർന്നാണ് പുസ്തകം എഴുതിയിരിക്കുന്നത് അല്ലേ? എന്താണ്? ആരുടെ സ്മരണാർത്ഥം പുറത്തിറക്കിയ പുസ്തകമാണ് മെമ്മറീസ് നെവർ ഡൈ? APJ അബ്ദുൽ കലാം, നസീമ മരക്കാറും YS രാജനും ചേർന്നാണ് പുസ്തകം എഴുതിയിരിക്കുന്നത്. അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. ടാൻസാനിയയിൽ ആരുടെ പ്രതിമയാണ് വിദേശകാര്യ മന്ത്രി S ജയശങ്കർ അനാച്ഛാദനം ചെയ്തത്? സ്വാമി വിവേകാനന്ദന്റെ അല്ലെ? ടാൻസാനിയയിൽ ആരുടെ പ്രതിമയാണ് വിദേശകാര്യമന്ത്രി S ജയശങ്കർ അനാച്ഛാദനം ചെയ്തത്? എവിടെയാണ്? ടാൻസാനിയയിലാണ്. സ്വാമി വിവേകാനന്ദന്റെ. 2023 ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുത്ത മുൻ ക്രിക്കറ്റ് താരമായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ അല്ലെ? 2023 ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുത്ത മുൻ ക്രിക്കറ്റ് താരമാരായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യയിലെ ആദ്യ സയൻസ് സിനിമയാണ് ദ വാക്സിൻ വാർ. സംവിധാനം വിവേക് അഗ്നിഹോത്രിയാണ്. കൊറോണ മഹാമാരിയും അതിനെ പ്രതിരോധിക്കാനുള്ള വാക്സിന്റെ കണ്ടുപിടുത്തവും അവതരിപ്പിക്കുന്ന ചിത്രമായിരുന്നു അതല്ലേ? അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ബയോസയൻസ് സിനിമ ഏതാണ്? ദ വാക്സിൻ വാർ ആണ്. ദ വാക്സിൻ വാർ അല്ലെ? ഇദ്ദേഹത്തെ നമുക്കറിയാം അല്ലേ?
യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എൽബ്രസ് പർവ്വതം കീഴടക്കിയ IAS ഓഫീസറാണ് അർജുൻ പാണ്ഡ്യൻ. യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എൽബ്രസ് പർവ്വതം കീഴടക്കിയ IAS ഓഫീസർ ആരാണ്? അർജുൻ പാണ്ഡ്യൻ ആണ്. നമ്മളിത് അവസാന ഇതിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതോടുകൂടി നമ്മൾ തീരും. ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വനിതകളാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ, 32ാം റാങ്കാണ് അല്ലെ. റോഷ്നി നാടാർ മൽഹോത്ര HCL കോർപ്പറേഷൻ CEO ആണ്. അടുത്തതാരാണ്? സോമ മൊണ്ടാൽ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ ആണ്. പിന്നെ കിരൺ മജുംദാർ ഷാ, ബയോകോൺ സ്ഥാപകയാണ്. പിന്നെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടൻ ലൈന് ആണ് 1ാം റാങ്ക് ലഭിച്ചത് അല്ലെ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഫോബ്സ് മാഗസിന്റെ കാര്യമാണ്. ഫോബ്സ് മാഗസിൻ ആണ് കേട്ടോ. ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വനിതകളാണ് ആരൊക്കെയാണ്? കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ, 32ാം റാങ്കുണ്ട് അല്ലെ. പിന്നെ റോഷ്നി നാടാർ മൽഹോത്ര HCL കോർപ്പറേഷൻ CEO ആണ്. സോമ മൊണ്ടാൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ ആണ്. കിരൺ മജുംദാർ ഷാ ബയോകോൺ സ്ഥാപകയാണ് അല്ലെ. നോക്കുക, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടൻ ലൈൻ ആണ് 1ാം റാങ്ക് നേടിയത് അല്ലെ. 1ാം റാങ്ക് അല്ലെ ഉർസുല വോണ്ടൻ ലൈൻ ആയിരുന്നു. അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം. അടുത്തൊരു പോയിന്റ്, രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക പഞ്ചാബിലെ അട്ടാരി വാഗ അതിർത്തിയിൽ ഉയർത്തി 418 അടിയാണ് ഉയരം. അപ്പൊ രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക എവിടെയാണ്? പഞ്ചാബിലെ അട്ടാരി വാഗ അതിർത്തിയിലാണ്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി CBI രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ചക്ര 2 എന്നറിയപ്പെടുന്നത്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി CBI രാജ്യവ്യാപകമായി നടത്തിയ പരിശോധന ഏതാണ്? ഓപ്പറേഷൻ ചക്ര 2 ആണ് അല്ലെ. അടുത്തോളം നോക്കുക, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി തുടർച്ചയായ 3ാം തവണയും നേടിയത് കൊൽക്കത്തയാണ് അല്ലെ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി തുടർച്ചയായ 3ാം തവണയും നേടിയത് ഏതാണ്? കൊൽക്കത്തയാണ്. കൊൽക്കത്ത അല്ലെ. അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 126ാം ജന്മവാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആൻഡമാൻ നിക്കോബാറിലെ എത്ര ദ്വീപുകൾക്കാണ് യുദ്ധവീരന്മാരുടെ പേരുകൾ നൽകിയത്? 21 ദ്വീപുകൾക്കാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 126ാം ജന്മവാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആൻഡമാൻ നിക്കോബാറിലെ എത്ര ദ്വീപുകൾക്കാണ് യുദ്ധവീരന്മാരുടെ പേര് നൽകിയത്? 21. ഭാരതത്തിന്റെ ഏതു സേനയുടെ പതാകയാണ് 2023 പുതുക്കിയത്? വ്യോമസേനയാണ് കേട്ടോ. പരീക്ഷ ഹാളിലിരിക്കുമ്പോൾ ആകെ കൺഫ്യൂഷൻ അടിക്കരുത്. ആരുടെ ആയിരുന്നു തിരുത്തിയെന്നുള്ളത്? ഏതാണ്? ഭാരതത്തിന്റെ ഏത് സേനയുടേതായിരുന്നു? വ്യോമസേനയുടേതാണ്. വ്യോമസേനയുടെ പതാകയാണ് അല്ലെ പുതുക്കിയത് അല്ലെ. പതാകയാണ് പുതുക്കിയത്. G20 കൂട്ടായ്മയുടെ അധ്യക്ഷ പദവി ഭാരതം വഹിച്ചത് എന്നുവരെയാണ്? 2023 നവംബർ 30 വരെ ആയിരുന്നു അല്ലെ. ഡിസംബർ 1 പദവി ബ്രസീൽ ഏറ്റെടുത്തു. G20 കൂട്ടായ്മയുടെ അധ്യക്ഷ പദവി ഭാരതം വഹിച്ചത് എന്നുവരെയായിരുന്നു? 2023 നവംബർ 30 വരെ. ഡിസംബർ 1 പദവി ബ്രസീൽ ഏറ്റെടുത്തു അല്ലെ. അടുത്ത ഒരു പോയിന്റ് നോക്കുക. ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്പേസ് പോർട്ട് നിർമ്മിക്കുന്നത് എവിടെയാണ്? കുലശേഖരപട്ടണത്താണ് അല്ലെ. തൂത്തുക്കുടിയിലാണ് കുലശേഖരപട്ടണം അല്ലെ. ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്പേസ് പോർട്ട് നിർമ്മിക്കുന്നത് കുലശേഖരപട്ടണം അല്ലെങ്കിൽ തൂത്തുക്കുടിയിലാണ്, കുലശേഖരപട്ടണത്താണ്. അടുത്ത നോക്കുക, അടുത്തൊരു പോയിന്റ് അല്ലെ. ഇദ്ദേഹത്തെ നമുക്കറിയാലോ, റിസർവ് ബാങ്ക് ശക്തികാന്ത ദാസ് അല്ലെ. ആഗോളതലത്തിലെ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്കറായി തിരഞ്ഞെടുത്തത് റിസർവ് ബാങ്ക് ഗവർണറായിട്ടുള്ള ശക്തികാന്ത ദാസിനെയാണ് അല്ലെ. ഗ്ലോബൽ ഫിനാൻസ് മാഗസിനിന്റെ റിപ്പോർട്ടിലാണ് അംഗീകാരം കിട്ടിയിട്ടുള്ളത് അല്ലെ. ശക്തികാന്ത ദാസ് ആഗോളതലത്തിലെ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്കറായി തിരഞ്ഞെടുത്തത് ശക്തികാന്ത ദാസിനെയാണ്. അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ജീവിതകഥ പറയുന്ന പുസ്തകമാണ് ദ്രൗപദി മുർമു ഫ്രം ട്രൈബൽ ഹിൻഡർലാൻഡ്സ് ടു റൈസിന ഹിൽസ് എന്നല്ലേ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ജീവിതകഥ പറയുന്ന പുസ്തകം ഏതാണ്? ദ്രൗപദി മുർമു ഫ്രം ട്രൈബൽ ഹിൻഡർലാൻഡ്സ് ടു റൈസിന ഹിൽ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് അല്ലെ. ഓക്കെ, അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം. ലോകസഭയിലും സംസ്ഥാന നിയമസഭയിലും വനിതകൾക്കായി 33% സീറ്റുകൾ സംവരണം ചെയ്ത നിയമത്തിന്റെ പേരാണ് നാരി ശക്തി വന്ദൻ അധിനിയമം. നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. ഇത് നന്നായിട്ട് പഠിക്കണം കേട്ടോ. 106ാമത്തെ ഒരു അമെൻമെന്റും വരുന്നുണ്ട് അല്ലെ ബന്ധപ്പെട്ട്. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്കായി 33% സീറ്റുകൾ സംവരണം ചെയ്ത നിയമത്തിന്റെ പേരാണ് നാരി ശക്തി വന്ദൻ അധിനിയമം. 106ാമത്തെ അമെൻമെന്റും പഠിക്കണം.
രാജ്യത്തെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് ഡൽഹിയിലാണ് കേട്ടോ. രാജ്യത്തെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ബസ് സർവീസ് ഡൽഹിയിലാണ്. ഇന്ത്യ അധ്യക്ഷത വഹിച്ച 2023 പതിനെട്ടാമത് G20 ഉച്ചകോടിയുടെ ആപ്തവാക്യം വസുദൈവ കുടുംബകം എന്നായിരുന്നു അല്ലെ. ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഇത് 18ാമത്തെ G20 ഉച്ചകോടിയായിരുന്നു ഇന്ത്യ അധ്യക്ഷം വഹിച്ചത്. ഇന്ത്യ അധ്യക്ഷത വഹിച്ച 2023 18ാമത് G20 ഉച്ചകോടിയുടെ ആപ്തവാക്യം എന്തായിരുന്നു? വസുദൈവ കുടുംബകം എന്നുള്ളതായിരുന്നു അല്ലെ. ഇന്ത്യയിൽ ആദ്യമായി അഗ്രികൾച്ചറൽ ഡേറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് തെലങ്കാനയാണ്. ഇന്ത്യയിൽ ആദ്യമായി അഗ്രികൾച്ചറൽ ഡേറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനം തെലങ്കാനയാണ്. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ പേര് സംവിധാൻ സദൻ എന്നാണ്. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ പേര് സംവിധാൻ സദൻ എന്നാണ്. പശ്ചിമ ബംഗാളിന്റെ ബ്രാൻഡ് അംബാസഡർ സൗരവ് ഗാംഗുലിയാണ്. പശ്ചിമ ബംഗാളിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? സൗരവ് ഗാംഗുലിയാണ്. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിലേക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠ പദ്ധതി. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിലേക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ശ്രേഷ്ഠ എന്ന പദ്ധതിയാണ്. ശ്രേഷ്ഠ അല്ലെ. അടുത്തൊരെണ്ണം നോക്കുക. മലയാളി കൂടിയായ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ TN ശേഷന്റെ ആത്മകഥ മരണാനന്തരം 2023 പുറത്തിറങ്ങിയ പേര് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് എന്നാണ്. ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് എന്നാണ് അല്ലെ. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര്? ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് അഥവാ തകർന്ന ഗ്ലാസ്സിലൂടെ. മലയാളി കൂടിയായ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ TN ശേഷന്റെ ആത്മകഥ മരണാനന്തരം 2023 പുറത്തിറങ്ങിയതിന്റെ പേരാണ് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് അഥവാ തകർന്ന ഗ്ലാസ്സിലൂടെ എന്നാണ് അതിന്റെ പേര് അല്ലെ. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കേരളത്തിന്റെ വിവരങ്ങളാണ് അടുത്തത് വരുന്നത്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ത്യ എന്നൊരു ടോപ്പിക്കിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ കൃത്യമായിട്ട് ഇത് പ്രയോജനപ്പെടുത്തുക, രക്ഷപ്പെടുക പഠിച്ചെങ്ങനെയെങ്കിലും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.